നെക്സ്റ്റ് പറയുന്നത് ജനറലി അക്സെപ്റ്റഡ് അക്കൗണ്ടിങ് പ്രിൻസിപ്പിളിൽ സെക്കൻഡ് പോർഷനായിട്ട് വന്നിട്ടുള്ള പ്രിൻസിപ്പിൾ ഓർ കൺവെൻഷൻസ് ആണ്. അതിൽ ഫസ്റ്റ് വരുന്ന കാര്യമാണ് റവന്യൂ റിയലൈസേഷൻ. റവന്യൂ റിയലൈസേഷൻ എന്നതുകൊണ്ട് എന്താ ഉദ്ദേശിക്കണേ? ഒരു ഓർഗനൈസേഷനത്തേക്ക് ലഭിച്ചിട്ടുള്ള റവന്യൂസൊക്കെ തന്നെ ക്യാഷിൻ്റെ ഫോമിലേക്കോ ഓർ ഇൻ സം വാല്യുബിൾ കൺസിഡറേഷനിലേക്ക് കൺവേർട്ട് ചെയ്യാൻ, റിയലൈസ് ചെയ്യാൻ കഴിയുന്ന രീതിയിലുള്ള റവന്യൂസാണ് നേടേണ്ടത്. നെക്സ്റ്റ് പറയുന്ന കാര്യമാണ് വെരിഫയബിൾ ഒബ്ജക്റ്റീവ്. ഓർഗനൈസേഷനിൽ റെക്കോർഡ് ചെയ്യുന്ന ഓരോ ട്രാൻസാക്ഷൻസും അതിനെ സപ്പോർട്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഒരു എവിഡൻസ് അവിടെ ഉണ്ടായിരിക്കണം. എന്നാൽ മാത്രമാണ് ആ ബിസിനസ് സ്ഥാപനത്തിന് നമുക്ക് വിശ്വസിക്കാനായിട്ട് സാധിക്കുള്ളൂ. അതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. നെക്സ്റ്റ് പറയുന്ന കാര്യമാണ് മാച്ചിങ് പ്രിൻസിപ്പിൾ. ഒരു ഓർഗനൈസേഷനിലെ ചെലവുകളും വരവുകളും രണ്ട് കാര്യങ്ങളും മാച്ച് ചെയ്യാനായിട്ട് സാധിക്കണം. അപ്രകാരം മാച്ച് ചെയ്യുമ്പോഴാണ് പ്രോഫിറ്റ് ആണോ ലോസ് ആണോ ഓർഗനൈസേഷനിൽ ഉണ്ടായിട്ടുള്ളത് എന്ന് മനസ്സിലാക്കാനായിട്ട് പറ്റുള്ളൂ. നെക്സ്റ്റ് കാര്യമാണ് ഫുൾ ഡിസ്ക്ലോഷർ. എല്ലാ യൂസേഴ്സിനോടും ഓർഗനൈസേഷൻ്റെ ഫുൾ ഇൻഫോർമേഷൻസ്, ഓർഗനൈസേഷനെ കുറിച്ചിട്ടുള്ള ഇൻഫോർമേഷൻസ് ഫുള്ളി ഡിസ്ക്ലോസ് ചെയ്യണം. അതിന് വേണ്ടിയിട്ടാണ് ഡിപ്രീസിയേഷൻ കാണുന്നത്. അതേപോലെ തന്നെ മെത്തേഡ് ഓഫ് വാല്യൂഷൻ ഓഫ് സ്റ്റോക്ക്, അങ്ങനെ കുറേ പ്രാക്ടീസസ് നടത്തുന്നത് ഈ ഫുൾ ഡിസ്ക്ലോഷറിൻ്റെ ഭാഗമായിട്ടാണ്. നെക്സ്റ്റ് പറയുന്ന ഒരു കാര്യമാണ് ഡുവൽ ആസ്പെക്റ്റ്. ഡുവൽ ആസ്പെക്റ്റ് എന്നതുകൊണ്ട് എന്താ ഉദ്ദേശിക്കുന്നത്? ഏതൊരു ഓർഗനൈസേഷനകത്ത് നടക്കുന്ന ഓരോ ട്രാൻസാക്ഷൻസിനും അതിന് രണ്ട് ആസ്പെക്റ്റ് ഉണ്ടായിരിക്കും. ഒന്ന് ഗിവിങ് ആസ്പെക്റ്റും മറ്റൊന്ന് റിസീവിങ് ആസ്പെക്റ്റും. ഇപ്പോൾ കുമാർ ബിസിനസ് സ്ഥാപനത്തിലേക്ക് 30,000 രൂപ നൽകി ക്യാപിറ്റൽ കൊണ്ടുവന്നു കഴിഞ്ഞാൽ ഓർഗനൈസേഷനെ സംബന്ധിച്ച് ഈ 30,000 രൂപ എന്തായിരിക്കും? അത് അസറ്റായിരിക്കും, അത് ക്യാഷ് ഓർഗനൈസേഷന് ലഭിച്ചു. അറ്റ് ദ സെയിം ടൈം കുമാറിൽ നിന്നും ബിസിനസ് 30,000 രൂപ വാങ്ങിച്ച രീതിയിലാണ്, ബിസിനസ് ലോൺ എടുത്ത രീതിയിലാണ് അതിനെ കണക്കാക്കുന്നത്. സോ അത് ലയബിലിറ്റീൻ്റെ പാർട്ടിലും വരും, അതേപോലെ തന്നെ അസറ്റിൻ്റെ പാർട്ടിലും വരും. ലാസ്റ്റത്തെ പോർഷനാണ് ഹിസ്റ്റോറിക്കൽ കോസ്റ്റ്. ദിസ് പ്രിൻസിപ്പിൾ റിക്വയർസ് ഓൾ ദ ട്രാൻസാക്ഷൻ ഷുഡ് ബി റെക്കോർഡഡ് അറ്റ് ദെയർ അക്യൂസിഷൻ കോസ്റ്റ്. കോസ്റ്റ് ഓഫ് അക്യൂസിഷൻ, ഓരോ ട്രാൻസാക്ഷൻസ് നടത്തി കഴിഞ്ഞാലും ഇപ്പോൾ ഒരു അസറ്റ് വാങ്ങാനായിട്ട്, അക്വയർ ചെയ്യാനായിട്ട് എത്രത്തോളം കോസ്റ്റ് വന്നു, അതിൽ എന്തൊക്കെ ഉൾപ്പെടും? പർച്ചേസ് ചെയ്യാൻ വന്നിട്ടുള്ള ചിലവ് ഉൾപ്പെടും. അതുപോലെ തന്നെ നമ്മൾ ഇന്നൊരു സ്ഥലത്തിലേക്ക് നമുക്ക് ആ സാധനം എത്തിക്കണമായിരുന്നു, അപ്പോൾ അതിന് വന്നിട്ടുള്ള ചിലവുണ്ടാവാം, ഇൻസ്റ്റാളേഷന് വന്നിട്ടുള്ള ചിലവുണ്ടാവാം. അങ്ങനെ എല്ലാ ചിലവിൻ്റെയും ടോട്ടലാണ് റെക്കോർഡ് ചെയ്യുക. അതാണ് ഹിസ്റ്റോറിക്കൽ കോസ്റ്റ് എന്നുള്ള കൺസെപ്റ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്.